തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ അത് ആരംഭിക്കും. കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത് തന്നെ എ കെ ആന്റണി ഗവൺമെൻറ് ശങ്കരനാരായണൻ ധനകാര്യമന്ത്രി ആയപ്പോഴാണ്. ഞങ്ങൾ കിഫ്ബിയെ എതിർത്തത് എന്താണ്? അനാവശ്യമായിട്ടുള്ള ചെലവ്, അതിൻ്റെ രീതികൾ, അതോടൊപ്പം തന്നെ മസാല ബോണ്ട് പോലെ കേരളത്തിൽ കൊച്ചി മെട്രോയ്ക്ക് തന്നെ 4% ലോൺ കിട്ടിയത് ജപ്പാനിൽ നിന്ന്. ഇവിടെ 3.4 മറ്റോ 9.87% മസാല ബോണ്ട് വാങ്ങിക്കേണ്ട എന്ത് കാര്യമായിരുന്നു? അപ്പോൾ ഇത്തരം ധൂർത്തും തെറ്റും ആണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് ജനങ്ങളുടെ പണമല്ലേ? നമ്മളടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിന് 2 രൂപ വെച്ച് കിഫ്ബിയുടെ വണ്ടി പോവുകയാണ്. അപ്പോൾ ആ പണം സുതാര്യമായി ചെലവഴിക്കണം. ഇപ്പം തന്നെ കിഫ്ബിയിൽ 150 കോടിയാണ് പരസ്യത്തിന് കൊടുത്തത്. ഇപ്പം സ്ഥാപനങ്ങൾ ഇപ്പോൾ ദേശാഭിമാനിക്ക് കൊടുക്കുമോ, കൈരളിക്ക് കൊടുക്കുമോ, ചിന്താ പബ്ലിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവർക്കും കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും, അവരൊക്കെ ദിനപത്രങ്ങളാണ്. പക്ഷെ വ്യക്തികൾക്ക് കൊടുക്കണം 1 കോടി രൂപ. രാമേന്ദ്രൻ, ആരാ രാമേന്ദ്രൻ? അങ്കമാലി MLA റോജി എം ജോൺ നിയമസഭയിൽ കൊടുത്തൊരു ചോദ്യത്തിന് ഉത്തരമായി ഇത് മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യക്തികൾക്ക് പണം കൊടുക്കുക. 1 ലക്ഷം രൂപ, 50,000 രൂപ, 50 ലക്ഷം രൂപ വ്യക്തികൾക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ധൂർത്തും അഴിമതിയെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഓരോ വർഷവുമാണ് മദ്യനയം പ്രഖ്യാപിക്കുന്നത്, മാർച്ച് 31 മുമ്പ്. അപ്പം മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് പരിശോധിച്ച് മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പൊതുവായി കോൺഗ്രസ് എന്ന് സ്വീകരിക്കുന്ന സമീപനം. അത് വെച്ചിട്ട് ആ സമയത്ത് ആലോചിച്ച് വേണ്ടത് ചെയ്യും. നികുതികൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഗവൺമെൻറ്. ഓരോ വർഷവും ജനങ്ങളുടെ തലയിൽ ഈ ഭാരം ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യം പരമാവധി ജനങ്ങളുടെ തലയിൽ ഭാരം ഏൽപ്പിക്കാതെ. ഇപ്പം സംസാരിക്കാൻ ഒത്തിരി പറയും. GST വന്നു. GSTയിൽ നിന്ന് പരമാവധി പിരിച്ചെടുക്കുന്ന നികുതി പിരിച്ചെടുക്കുന്നില്ല. കാരണം എന്താ? ഇവരതിനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല. അപ്പോൾ GSTയിലേക്ക് കേരളം വന്ന ശേഷം ഒരു എൻഡ് യൂസർ എന്നുള്ള നിലയിൽ കേരളത്തിലാണ് കൂടുതൽ വരുമാനം വരേണ്ടത്. പക്ഷെ അത്തരം വരുമാനം ഉണ്ടായിട്ടില്ല. നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ടും എൻഡ് യൂസർ ആയതുകൊണ്ടും നമ്മളുടെ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അത് പരമാവധി വാങ്ങിയെടുക്കാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട്. നികുതി വെട്ടിപ്പ് കൂടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടില്ല. അത് ഞങ്ങൾ വന്നാൽ ചെയ്യും. അല്ല, പരിശോധിക്കേണ്ടത് പരിശോധിക്കും. തെളിവുകളുടെ ബേസിസിലുള്ള ഒരു ആരോപണം നടത്താൻ സാധിക്കുന്നുണ്ടോ? അത് ഈ ഇത്തരം കാര്യങ്ങൾക്ക് പകരം ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDP ഇങ്ങനെയുള്ള ആരോപണങ്ങളും വൈകാരികമായ കുറെ കാര്യങ്ങളുമാണ് അന്തരീക്ഷത്തിൽ വരുന്നത്. അത് ഒരു ആക്രമണത്തിനെ ദുർബലപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. SDPI CPM തമ്മിൽ പരസ്യധാരണയാണ്. കേരളത്തിൽ SDPI CPM തമ്മിൽ പരസ്യധാരണയാണ്. 2 സ്ഥാനാർത്ഥികൾ മങ്കടയിലും പിന്നെ അതോടൊപ്പം തന്നെ വേങ്ങര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളായവരാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥികൾ. മാത്രവുമല്ല, കേരളത്തിലുടനീളം SDPI PDP തുടങ്ങിയവരുമായിട്ട് ബന്ധമുണ്ടാക്കിയത് ഇവരാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ആരോപണം ഉന്നയിക്കുന്ന എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ സഹകരണ ബാങ്കിൻ്റെ തന്നെ ഞാൻ ആരോപണം ഉന്നയിച്ചപ്പോൾ എല്ലാ രേഖകളും ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത്. അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് SDP വോട്ട് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ആരെങ്കിലും പിന്തുണ നൽകിയാൽ ഞങ്ങൾ വേണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല.
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ പിന്തുണ നേടി എല്ലാവരെയും സമീപിക്കില്ലേ? ഇത് ഞങ്ങൾക്കെതിരെ ആരോപിച്ച ആളുകളാണ് പരസ്യമായി SDPIയുമായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടാണ് SDPIയുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം അതുകൊണ്ടാണ് അതിനെപ്പറ്റി വ്യക്തമായ ഒരു ഉത്തരം പാലക്കാട് നൽകാതിരുന്നത്. ഇന്ന് മലപ്പുറത്തെങ്കിലും മുഖ്യമന്ത്രി അത് വ്യക്തമാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. PDP അബ്ദുൽ നാസർ മദനിയും കൂടി ഇരുന്നുകൊണ്ടാണ് ആ യോഗത്തിൽ പങ്കെടുത്തതാണ് ഞാൻ അറിയുന്നത് PDPയുടെ പിന്തുണ പ്രഖ്യാപിച്ചത്.